ബീഹാറിലെ ബങ്കിപ്പൂരിൽ BJP തോറ്റു. അവിടെ ജയിച്ചത് ജനസ്വരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോറാണ്. BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. ദേശീയ അധ്യക്ഷൻ രാജിവെച്ച ഒഴിവിലേക്കാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ, അതായത് നീറ്റ് സമരം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യുവാക്കളുടെ അതൃപ്തി, ഇതൊക്കെയാണ് പ്രതിപക്ഷം എടുത്ത് കാണിക്കുന്നത്. ഇത് ശരിക്കും BJPക്ക് തിരിച്ചടിയാണോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണോ? എന്താണ് ഇതിനെക്കുറിച്ച്? ശരിക്കും ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം BJPക്ക് അത്രയും വലിയൊരു മാൻഡേറ്റ് കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ കിട്ടിയതാണ്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു മുഖ്യമന്ത്രിയെ അവർ സെലക്ട് ചെയ്തില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ബീഹാറിൽ ഒരു BJPയുടെ മുഖ്യമന്ത്രി വന്നു. പക്ഷേ സാമ്രാട്ട് ചൗധരി എന്ന് പറഞ്ഞാൽ ഒന്നാമത് മറ്റ് പാർട്ടികളിൽ നിന്ന് വന്ന ആളാണ്. ചില ആരോപണങ്ങളുണ്ട്, കേസസ് ഉണ്ട്. അത് മാത്രമല്ല, ആളുടെ ആ ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ പല വിഷയങ്ങൾ ചർച്ചയാക്കാൻ പ്രശാന്ത് കിഷോറിന് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ഒരു ഫിഗറാണ്. കാരണം ക്ലീൻ പൊളിറ്റിക്സ് ആണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നു. അതുകൂടാതെ ഇത്തരം വിഷയങ്ങൾ, അതായത് പ്രശാന്ത് കിഷോർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, BJPക്കും അതായത് NDAക്ക് നല്ലൊരു മാൻഡേറ്റ് കിട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ. മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ, കഴിഞ്ഞ നവംബറിലാണ് ഇലക്ഷൻ. പക്ഷേ നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലൊരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല? നിങ്ങൾക്ക് കുശ്വാഹ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ വേണമെങ്കിൽ ആക്കിക്കോളൂ. പക്ഷേ ഈ പറയുന്ന സാമ്രാട്ട് ചൗധരിയെ പോലെ ഒരാളെ ആണോ മുഖ്യമന്ത്രി ആക്കേണ്ടതെന്നാൽ അത് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ ചിന്തിച്ചു. കാരണം ഒന്നാമതൊരു മാറ്റം അവർക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നിതിൻ നബീൻ മാറി. അത് ശരിക്കും ഒരു ഫാമിലി മണ്ഡലം എന്നാ പറയാം. കാരണം ഐഡിയോളജിക്കലി BJPക്ക് അത്ര ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മണ്ഡലമാണെന്ന് അറിയില്ല. കാരണം ഫാമിലി മണ്ഡലമായിരുന്നു സത്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി സംഭവിച്ചു എന്നുള്ളതാണ്. കുറച്ച് BJPയുടെ പാളിച്ചകൾ തന്നെയാണ്. പിന്നെ ചില നേതാക്കളുടെ വിവാദ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ഉറപ്പായും ജയിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് സംഭവിച്ചത്. ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് BJPക്ക്. പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനെ ഒരു ജനസ്വരാജ് പാർട്ടിയുടെ ഒരു വ്യാപകമായ വിജയം എന്ന് പറയാൻ പറ്റുമോ? അല്ല ഇതൊരു ഒറ്റപ്പെട്ടൊരു സംഭവമാണ്? അല്ല, ഇതിലിപ്പോൾ നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നവംബർ മാസം നടന്ന നിയമസഭാ ഇലക്ഷനിൽ ജനസ്വരാജ് പാർട്ടി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പ്രശാന്ത് കിഷോർ നല്ല ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാർക്കിടയിലൊക്കെ അത്യാവശ്യം നല്ലൊരു സ്വീകാര്യത ഉണ്ടാക്കാൻ പറ്റി. ഒരു 10-20 സീറ്റൊക്കെ നേടും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു അബദ്ധം ജനസ്വരാജ് പാർട്ടിക്കും പ്രശാന്ത് കിഷോറിനും പറ്റിയത്, പ്രശാന്ത് കിഷോർ മത്സരിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയൊരു ഫോളോയിങ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് അവസാനം വന്നപ്പോൾ RJD BJP എന്നുള്ള ഒരു സ്ട്രെയിറ്റ് ഫൈറ്റിലേക്ക് വന്നു. നിതീഷിന്റെ ഇമോഷണൽ അപ്പീൽ വന്നു. നിതീഷിന്റെ ലാസ്റ്റ് ഇലക്ഷൻ ആണെന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിതീഷ് ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വന്ന് ആ ഒരു ജനവിധിയുടെ സ്റ്റൈൽ അങ്ങ് മാറിപ്പോയി. പക്ഷെ അതിനർത്ഥം പ്രശാന്ത് കിഷോർ ഒരു ലോങ് ടേം ലക്ഷ്യം വെച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് BJPക്ക് ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ BJP അടുത്ത ഇലക്ഷനിലൊക്കെ ഒരു വമ്പൻ തിരിച്ചടി നേരിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയെങ്കിലും മാറണം എന്നുള്ളതാണ്. കാരണം പ്രശാന്ത് കിഷോർ വെറുതെ ഇരിക്കില്ല. കാരണം അദ്ദേഹത്തിന് നിയമസഭയിൽ ആക്സസ് ലഭിച്ചിരിക്കുകയാണ്. അത് ഒരു BJPക്ക് ഒരു തിരുത്താനുള്ള, അല്ലെ ഒരു തെറ്റ് തിരുത്താനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് നേരെയാക്കാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. നിത്യാനന്ദ റായ് എന്ന് പറയുന്ന വ്യക്തിയെ, മുൻ കേന്ദ്രമന്ത്രിയൊക്കെയാണ്, അദ്ദേഹത്തെ BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനമാവുമായിരുന്നു. കാരണം ബീഹാർ മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ്റെ ഇടയിൽ അവർക്ക് ഈ കാസ്റ്റ് പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. ഇപ്പോൾ അവർ നോക്കുന്നത് കാസ്റ്റ് അവിടെ ബീഹാറിൽ ഒരു നിർണായക ഫാക്ടറാണ് ഇപ്പോഴും. പക്ഷെ എന്നാൽ പോലും ഈ യങ്ങർ ജനറേഷൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല സ്ഥലങ്ങളിലും കാസ്റ്റ് ബേസ്ഡ് ആയിട്ടല്ല ഇപ്പം വോട്ടിംഗ് നടക്കുന്നത്. കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ ജനസ്വരാജ് പാർട്ടിക്ക് BJPക്ക് കിട്ടേണ്ട ഫോർവേഡ് കാസ്റ്റ് വോട്ട്, ഭൂമിഹാർ, ബ്രാഹ്മിൻ വോട്ട്, കായസ്ഥാണ് ഏറ്റവും നിർണായക. ഏതാണ്ട് 25% കായസ്ഥകളുള്ള ഒരു മണ്ഡലമാണ് ഈ ബങ്കിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അർബൻ മണ്ഡലമാണ്. പട്നയുടെ ഒരു ഔട്ട്സ്കേർട്സിൽ നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽ പഴയ പട്ന വെസ്റ്റ് ആയുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പം അതിനർത്ഥം പ്രശാന്ത് കിഷോർ ഒരു ബ്രാഹ്മണാണ്. അപ്പോൾ അദ്ദേഹം BJPയുടെ ഫോർവേഡ് കാസ്റ്റ് വോട്ട് നല്ല രീതിയിൽ ആകർഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ജനസ്വരാജ് പാർട്ടിയിലേക്ക്. അപ്പം അതിനർത്ഥം ഈ പൊതുവെ ഒരു റിസെന്റ്മെന്റ് പറയുമ്പോഴാണ് എനിക്ക് തോന്നിയത്. കാരണം ഒന്ന്, വോട്ടിങ്ങിലുള്ള ഒരു കുറവുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം 3.5 ലക്ഷം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. കഴിഞ്ഞ തവണ ബീഹാറിൽ എനിക്ക് 85% മറ്റേ പോളിംഗ് ആണ് നടന്നത്, അല്ലെ? റെക്കോർഡ് പോളിംഗ് ആണ് നടന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു 3 ലക്ഷം വോട്ടെങ്കിലും പോൾ ചെയ്യേണ്ട സ്ഥലത്ത് വളരെ, കാരണം ജയിച്ച പാർട്ടിക്ക് ഇത്ര കിട്ടിയത് 64,000 വോട്ടാണ് കിട്ടിയത്. 64,000 വോട്ട് എന്ന് പറയുന്നത് ആകെ വോട്ടിൻ്റെ ഒരു
അതെ. ഒന്ന് മാത്രമേ, അല്ലെങ്കിൽ 1 വോട്ട് മാത്രമേ ജയിച്ച ആൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു 20% വോട്ടാണ് ടോട്ടൽ വോട്ടർമാരുടെ കിട്ടിയത്. ടോട്ടൽ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഒരു, അപ്പം അത് പൊതുവെ ജനത്തിനൊരു അതൃപ്തി ഉണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യക്കുറവുണ്ടാവും ചിലപ്പോൾ. കാരണം ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുണ്ടാവുന്ന ഒരു താല്പര്യം ചിലപ്പം ഒരുപക്ഷെ ജനത്തിന് ഉണ്ടായി എന്ന് വരില്ല. അതുണ്ടാവില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് കാസ്റ്റ് വിഭാഗക്കാർക്കിടയിൽ BJPയുടെ ഉറച്ച വോട്ട് ബാങ്ക് ആയുള്ള, അതിപ്പം ഉത്തർപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ മൊത്തം അങ്ങനെയാണ്. കാരണം BJPയുടെ ഏറ്റവും ശക്തമായുള്ള ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മിൺ, ടാക്കൂർ, ഭൂമിഹാർ ഈ വിഭാഗക്കാരുടെയൊക്കെ വോട്ടാണ്, ക്ഷത്രിയ. പക്ഷെ അവർക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു നീരസമുണ്ട്. അതൊരു വസ്തുതയാണ്. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും കണ്ടതാണ്. കാരണം ഉത്തർപ്രദേശിലെ BJPയുടെ തിരിച്ചടിക്ക് ഒരു കാരണം അതാണ്. കാരണം പരമ്പരാഗതമായി ഞങ്ങൾ BJP പിന്തുണയ്ക്കുന്നതാണ്, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള റെപ്രസെന്റേഷൻ BJPയുടെ ഭാഗത്തുനിന്നില്ല. അത് മാത്രമല്ല, കോർ ഇഷ്യൂസ് BJP വേണ്ടത്ര രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പല സംസ്ഥാനങ്ങളിലുണ്ട്. അതായത് BJPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുമ്പോൾ ഒരു മാറ്റാവാം. പല ആളുകളും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ അവർ വോട്ട് ചെയ്യുന്നില്ല. അതായത് BJPക്ക് എതിരെ വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും. പക്ഷെ വേറൊരു കാര്യം, ബീഹാർ എന്ന് പറയുമ്പം വർഷങ്ങളായിട്ട് ഏറ്റവും കാടൻ ഭരണം നടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിനെ പോലെ തന്നെ അവിടെ ഒരുമാതിരി നേരെയാക്കി കൊണ്ടുവന്ന നിതീഷ് കുമാറും BJP-യാണ്. ഇനി നിതീഷ് കുമാറും JDU, നിതീഷ് കുമാർ, RJD, കോൺഗ്രസ് ഒരുമിച്ചിരുന്ന സമയത്തും BJPയുടെ വോട്ടിംഗ് ആസ് എ പാർട്ടി ഒറ്റയ്ക്ക് BJP 25% വോട്ടൊക്കെയാണ് 2015 നേടിയത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ആളുകൾക്കിടയിൽ അതൃപ്തി ഉണ്ടാവും. പക്ഷേ നേരത്തെ ഇതേ ഒരു വിഷയം പലരും ഉന്നയിച്ചിരുന്നു. അതായത് ജനസ്വരാജ് പാർട്ടിക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാത്തത് എന്നുള്ളത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ബീഹാറിന്റെ ഭരണം ആര് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അപ്പം ജനസ്വരാജ് പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അത് RJD തിരിച്ചു വരുന്നതിന് സഹായകരമാവും എന്നുള്ളൊരു ഒരു ഭീതിയിലാണ് പലരും BJPക്ക് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ നിതീഷ് കുമാറിന് വോട്ട് ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സംസ്ഥാന തലത്തിലെ ഇഷ്യൂസിനേക്കാൾ കൂടുതൽ ലോക്കൽ ഇഷ്യൂസ്. മുമ്പത്തെ പല ബൈപോൾ റിസൾട്ടും അങ്ങനെയാണല്ലോ. നമുക്കറിയാലോ, ഉത്തർപ്രദേശിൽ യോഗി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഗോരഖ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു BJP. അങ്ങനെയുള്ള ഒരുപാട് റിസൾട്ട്സ് ഉണ്ട്. രണ്ടുപേരും, കേശവ് പ്രസാദ് മൗര്യയുടെ സീറ്റാണ് ഫുൽപൂർ, അവിടെയും തോറ്റു. ഇവിടെ തന്നെ നിതീഷ് കുമാർ BJP ഭരണം നടക്കുന്ന സമയത്ത് 5-8 സീറ്റിൽ ഒരുമിച്ച് BJP ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തോറ്റിട്ടുണ്ട്. ബൈപോളിനെ സാധാരണഗതിയിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ പോലും ഇവിടെ പല പ്രാദേശികമായ വിഷയങ്ങളും സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ആ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ശക്തമാണ്. പ്രശാന്ത് കിഷോർ അത് നന്നായിട്ട് യൂസ് ചെയ്തു. പ്രശാന്ത് കിഷോറിന്റെ കാര്യം എടുത്തു നോക്കുന്ന അപ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ബഹുഭൂരിഭാഗം സീറ്റിലും ജനസ്വരാജ് പാർട്ടി മത്സരിക്കുകയും ദയനീയമായിട്ട് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെയാണ് അവർ പരാജയപ്പെട്ടത്. പക്ഷെ അവിടെ എന്താന്ന് പറഞ്ഞാൽ അന്നേരം അദ്ദേഹം ഒരു റിട്ടോറിക്, അദ്ദേഹം ഒരു കംപ്ലീറ്റ് വിമർശനം ആണ് നടത്തിയിരുന്നത്, ബഹളം ഉണ്ടാക്കാൻ. ഇത്തവണ അയാൾ അതല്ല ചെയ്തത്. ഇത്തവണ നിയമസഭയിൽ പോയി, നിയമസഭാ മണ്ഡലത്തിൽ പോയി നാട്ടുകാരുമായിട്ട് ഇടപെട്ട് ലോക്കൽ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച്, അല്ലാതെ അദ്ദേഹം BJP വിമർശനമോ RJD വിമർശനമോ അല്ല നടത്തിയിരുന്നത്. സത്യത്തിൽ BJPയുടെ സ്ട്രാറ്റജി പുള്ളി ഉപയോഗിച്ചെന്നാണ്. കാരണം BJPയുടെ സ്ട്രാറ്റജി 2014 ഫോം ചെയ്തതിൽ ഒരു പ്രധാന റോളുള്ള ആൾ കൂടിയാണ് പ്രശാന്ത് കിഷോർ. അയാൾക്ക് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ 2013-14 ഘട്ടത്തിൽ BJPയുടെ കൂടെ, ആദ്യം ഗുജറാത്ത് ഇലക്ഷനിൽ, പിന്നെ നാഷണൽ ഇലക്ഷൻ 2014, അതിനുശേഷം കോൺഗ്രസ്, DMK, തൃണമൂല്, എല്ലാ പാർട്ടിയിലും അദ്ദേഹത്തിന്റെ IPAC എന്ന് പറയുന്നത്, അദ്ദേഹം കോടീശ്വരനാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഒരു സാധാരണക്കാരനല്ല. എനിക്ക് തോന്നുന്ന ഒരു 150 കോടിയാണ് ഡിക്ലെയർഡ് അസറ്റ് അദ്ദേഹത്തിന് ഉള്ളത്. അപ്പൊ അത്രയും, പിന്നെ ആ ഡിക്ലെയർ ചെയ്ത അസറ്റ് എന്ന് പറയുമ്പോൾ അല്ലാതെയും കുറെ കാണുമല്ലോ. അപ്പം വേണമെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലെ പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കാൻ 300 കോടിയെങ്കിലും മിനിമം വേണമെന്നാണ് പറഞ്ഞത്. അതുപോലെ അങ്ങനെ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി. പിന്നെ ടാക്ടിക്കലായുള്ള വോട്ടിംഗ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. കാരണം ഇത്തവണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RJD അല്ല ജയിക്കേണ്ടത്, ഇവിടെ ജയിക്കേണ്ടത് പ്രശാന്ത് കിഷോറാണ്. BJPയെ തോൽപ്പിക്കണം, പ്രശാന്ത് കിഷോർ നിയമസഭയിൽ വരണം. ഭാവിയിൽ BJPയെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡറായിട്ട് പ്രശാന്ത് കിഷോർ ഉണ്ട്. ആ രീതിയിൽ മുസ്ലിം വോട്ട്, BJP വിരുദ്ധ വോട്ട്, RJDക്ക് ആകെ 14,000 വോട്ടാണ് കിട്ടിയത്. RJDക്ക് 49,000 വോട്ട് കിട്ടിയ സ്ഥലത്താണ് അത് 14,000 മാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം RJDയുടെ നല്ലൊരു വോട്ട് പോയിട്ടുണ്ടാവും.
അത് ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പാണ്. അടുത്ത ഉത്തർപ്രദേശ് ഇലക്ഷനും പ്രധാനപ്പെട്ട പല ഇലക്ഷൻസും വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ ഒരു പ്രതിപക്ഷം വിഘടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇനി വരാൻ പോകുന്നത്. പ്രതിപക്ഷം മാക്സിമം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ വേറൊരു കാര്യം, അത് ബീഹാറിൽ നടക്കും തോന്നുന്നില്ല. കാരണം എന്ത് പറഞ്ഞാൽ പ്രശാന്ത് കിഷോറിന്റെ ലീഗേജ് എന്ന് പറഞ്ഞത് ആർ ജെ ഡിക്ക് എതിരായിട്ടുള്ള നിലപാടെടുത്തു. അല്ല, അവിടെയല്ല. ഇനി വരുന്ന ഇലക്ഷനിൽ ഇതേ രീതിയിൽ ആന്റി ബി ജെ പി ഫോഴ്സസ് ഒരുമിക്കാൻ സാധ്യതയിലേക്ക് വരും. പക്ഷെ ബീഹാറിൽ ഒരിക്കലും നിൽക്കാൻ പ്രശാന്ത് കിഷോർ ബീഹാറിലെ ലക്ഷ്യം തന്നെ പുള്ളിയുടെ മുഖ്യമന്ത്രി സ്ഥാനമാണ് പ്രശാന്ത് കിഷോറിന്റെ. അപ്പൊ അതും ആർ ജെ ഡി തകർന്നാലുള്ള പുള്ളിക്ക് കാര്യമുള്ളൂ. അതെ അതെ. പിന്നെ അദ്ദേഹത്തിന് ചാൻസ് ഉള്ളത് ബി ജെ പിയിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പൂർണ്ണമായിട്ടും അദ്ദേഹം ആർ ജെ ഡി ആണ് വിമർശിച്ചിരുന്നത്. ബി ജെ പിയോട് സഖ്യകക്ഷിക്കായി വരാൻ മതിയും ഭാവിയിൽ. പക്ഷെ പെട്ടെന്ന് അയാൾക്ക് ലക്ഷ്യങ്ങളുണ്ട് വ്യക്തമായിട്ട്. അയാൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് അയാൾ ഇലക്ഷനിൽ നിൽക്കുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊപ്പിയിട്ടിട്ട് വീണ്ടും അയാൾ ക്ഷമയോടെ നിൽക്കുന്നു. അപ്പം ഫ്യൂച്ചർ പൊളിറ്റിക്സ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ജനറൽ നാഷണൽ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് എന്താണ് ബീഹാറിന്റെ ഒരു കോൺസിക്വൻസ്, ബീഹാർ ഉപതെരഞ്ഞെടുപ്പിന്റെ എന്താണ് അതിന്റെ അനുരണനങ്ങൾ? ശരിക്കും ഇത് നല്ലൊരു സിഗ്നലാണ് ബി ജെ പിക്ക്, നല്ലൊരു വാർണിംഗ് ആണ്. വരാനിരിക്കുന്ന അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് സ്ട്രാറ്റജി മാറ്റേണ്ട സമയമായി. പഴയ സ്ട്രാറ്റജി നീറ്റുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? അല്ല, അത് ഒരു ചെറിയ ഫാക്ടർ ആയിരിക്കും. കാരണം ആ ഒരു നെഗറ്റീവ് വന്നല്ലോ. കാരണം ഒന്നാമത് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ എത്രത്തോളം പവർഫുൾ ആണോ അതിനനുസരിച്ച് തന്നെ റിസൾട്ടിനെ അത് ബാധിക്കും. ഇപ്പൊ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ ഇപ്പൊ തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ചതിൽ ഒരു വലിയ റോൾ മോദിക്കുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ മോദി കുറച്ച് ചലഞ്ച് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറെയൊക്കെ മേക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സിനാരിയോ നിൽക്കുന്ന സമയത്താണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പൊ ചെറുപ്പക്കാരെ പെട്ടെന്ന് ഇതൊരു ഫാക്ടറാണ്. അതിന്റെ അർത്ഥം ഇത് മെയിൻ ഫാക്ടർ ആണെന്നല്ല. പല ഫാക്ടറുകൾ ചേരുമ്പോഴാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി പരാജയപ്പെടുന്നു ജയിക്കുന്നൊക്കെ. പക്ഷെ അതിനേക്കാൾ ഉപരി ബി ജെ പിക്ക് മുമ്പുള്ള എന്താ വെച്ചാൽ കോർ ഇഷ്യൂസ് ബി ജെ പി വേണ്ടത്ര രീതിയിൽ ഇപ്പം അഡ്രസ് ചെയ്യുന്നില്ല. കോർ വോട്ട് ബാങ്കിന് ബി ജെ പിയെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്നവരെ അല്പം കൂടി പാർട്ടി കണക്കിലെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ ഉത്തർപ്രദേശിലാണെങ്കിൽ ഇപ്പം തന്നെ പല രീതിയിൽ ഇപ്പം രാജസ്ഥാനിൽ ഇപ്പം ഈ UGC വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഫോർവേഡ് കാസ്റ്റുകളുടെ ഒരു വലിയ ബീഹാറിലും ഉണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തുക, ബി ജെ പിക്ക് അടിസ്ഥാനമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളെ ഒരു ഗുഡ് മൂഡിൽ നിർത്തുക, അതിനൊപ്പം തന്നെ സ്ട്രാറ്റജി മാറ്റുക, ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുക. പിന്നെ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ഇത് ടേക്കൻ ഫോർ ഗ്രാൻഡഡ് എന്ന് പറയാൻ പറ്റില്ല. അഹങ്കാരം, ഇത്തരം സാധനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ അവസാനമായിട്ട്, ഇതിൽ ശരിക്കും പ്രശാന്ത് കിഷോർ ഈ ലോക്കൽ ഇഷ്യൂസൊക്കെ ഉയർത്തിയെങ്കിലും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തത് സാമ്രാജ് ചൗധരിയാണ്. അദ്ദേഹം ഒരു ക്വാളിഫൈഡ് അല്ല, അദ്ദേഹത്തെ പോലെ ഒരാളല്ല ബീഹാറിന്റെ മുഖ്യമന്ത്രി ആകേണ്ടതെന്നുള്ള. ശരിക്കും ബി ജെ പിക്ക് നല്ലൊരു അവസരമായിരുന്നു ഇത്തവണ. ആദ്യമായിട്ട് ബി ജെ പി സ്വന്തമായിട്ട് NDA ആണ്, എന്നാൽ പോലും ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രിയെ കിട്ടി. ആ അവസരത്തിൽ നല്ലൊരു വ്യക്തിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്ന് ബീഹാറിന്റെ പൊളിറ്റിക്സ് മാറ്റാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് ബി ജെ പി ഇതുവരെ യൂട്ടിലൈസ് ചെയ്തില്ല. ഈ സാമ്രാജ് ചൗധരിയെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി നേരിടും. 100%.